ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 200 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു എഗ് പിക്കിളുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് അവർ റെഡിയാക്കുന്നത് വിൻ്ററിൽ അവർക്ക് എഗ്ഗ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമ്മുടെ ഫാമിലൊക്കെ ആണെങ്കിലും കോഴികൾ വിൻ്റർ സമയത്ത് മുട്ടയിടുന്നത് കുറവായിരിക്കും. അപ്പോൾ അപ്പോഴത്തേക്കും മുട്ട പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അവർ ചെയ്തു പോന്നിരുന്ന ഒരു പിക്കിളാണ് എഗ് പിക്കിൾ. അപ്പം നമുക്ക് നോക്കിയാലോ എഗ് പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിട്ട ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഞാൻ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം, ലൈക്ക് ചെയ്യുക. നമുക്കിനി റെസിപ്പിയിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാനായിട്ട്, അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ റെഡിയാക്കുന്നത് നമ്മുടെ എഗ് പിക്കിളിനും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 160 വർഷം പഴക്കമുള്ള എഗ് പിക്കിൾ. അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന സാധനങ്ങൾ നോക്കാം. ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ കാന്താരിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. അതുപോലെ ഹാലപ്പിനോ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. ഇനിയിപ്പം ഹാലപ്പിനോ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലുണ്ടല്ലോ അതിലിട്ട് ചതച്ചെടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് എളുപ്പം പണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചി നമുക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കാന്താരി ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളക്കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പച്ചക്കാന്താരി ഇല്ല, പച്ചക്കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താൽ മതി. നല്ല എരിവുള്ള പച്ചമുളക് കിട്ടും. നമ്മളിപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലുലുന്ന് ഇന്ത്യൻ നന്താരി മുളക് ചില്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുളക് കിട്ടും. അതിന് നല്ല എരിവാണ്. അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി വിദേശത്തുള്ളവർക്ക്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു പരുവത്തിലാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് മാറ്റി വയ്ക്കാം. പൈനാപ്പിൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യുമ്പം ആവശ്യമുള്ളൂ. ബീട്രൂട്ടും അതുപോലെ തന്നെ കക്കിരിക്ക, ക്യാരറ്റ് ഇത്രയും കട്ട് ചെയ്തിട്ട് നമ്മുടെ എഗ് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കീറിയിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ പിക്കിളിലും കൂടി ആവശ്യമുള്ളതാണ് കേട്ടോ ഈ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കാന്താരി ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി തന്നെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ രണ്ടും മിക്സായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിൽ വലിയ ബോട്ടിലില്ലേനി. ഒന്നിൽ ഞാൻ പഴം വൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വൈകാതെ ഇടും. അത് റെഡിയായി കഴിയുമ്പം ഒരു 10 ദിവസം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇതാവുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെയൊക്കെ തൊലി ഒന്ന് കളഞ്ഞിടണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ കട്ടിംഗ് ബോർഡ് എടുക്കാറില്ല അധികം. എന്നാൽ തൊലി ഇത് നട്ട് കഴിഞ്ഞാൽ മുളക്കൂട്ടാണ് പലരും പറയുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതുവരെ സക്സസ് ആയില്ല. ഇതിൻ്റെ എന്തെങ്കിലും എന്താ പറയുക ഈ മുളക്കണേന് സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെ നടണം എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. കത്തി കൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ നമുക്കിതിൻ്റെ തൊലി കളയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ കത്തി കൊണ്ട് പറ്റാത്തവർക്ക് നമ്മുടെ ആയുധം എടുക്കാം, പീലർ. ഇത് നല്ലൊരു പീലറാണ്. ഞാനൊരു ഷോപ്പറിൻ്റെ കൂടെ വാങ്ങിയപ്പോൾ ലുലുന്ന് കിട്ടിയതാണ്. ഇവിടുന്നല്ല, ഒമാനി. ആയിക്കോട്ടെ, തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാം. ബീട്രൂട്ടേ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എന്താ പറയുക, തൊലി അടക്കം കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കളർ ഇങ്ങനെ പോകും. ഇത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് കട്ട് ചെയ്യും.
എന്നിട്ട് ജസ്റ്റ് ഞാൻ തൊലി കളഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്യും. ഒരിളം ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഈ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ, ഉപ്പും മഞ്ഞളും വിനാഗിരിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്തെങ്കിലും കെമിക്കലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു മാറ്റം വരും. കട്ട് ചെയ്യണതിനനുസരിച്ച് തെറിച്ച് പോകണം. കക്കിരിക്ക പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ബോട്ടിലിനകത്തോട്ട് ഇത് തികയത്തില്ല. വളരെ ചെറിയൊരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ. കാരണം എല്ലാം ഒന്നിച്ചാണ് ഞാൻ എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് ഒരു ദിവസമാണ്. വേറെ സമയം ഉണ്ടാവില്ല. അടുത്ത ആഴ്ച കുട്ടികൾക്ക് എക്സാമാണ്. അപ്പം ആനുവൽ എക്സാമാണ്. അപ്പം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതൊന്ന് കഴുകി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബീട്രൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിംഗ് ബോർഡ് റെഡായിട്ട് മാറും. പകുതി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് പീസസ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. ബാക്കി നമുക്ക് കുറച്ച് കക്കിരിക്കയും കൂടി ഇട്ട് കൊടുക്കണമല്ലോ. കളർ എന്തായാലും ബീട്രൂട്ടിൻ്റെ വരും. പിന്നെ ക്യാരറ്റാണ്. പുറത്തുനിന്ന് നല്ല സൗണ്ടാണ്. അവിടെ ടൈൽസ് എന്തോ ഇടുന്നതിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ടുണ്ട്. അയ്യോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഉണ്ടോ? ഷെഫിൻ്റെയൊക്കെ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് കക്കിരിക്കാൻ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലും വലുപ്പത്തിൽ കട്ട് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നീളത്തിൽ ഒക്കെ കട്ട് ചെയ്യാം. ഞാൻ പക്ഷേ എൻ്റെ കുപ്പിയിലെ സ്ഥലപരിമിതി കാരണം ഞാൻ കുറച്ച് കുഞ്ഞാക്കി വെക്കുന്നതേ ഉള്ളൂ. നമുക്ക് കക്കിരിക്ക കട്ട് ചെയ്യാം. കക്കിരിക്കയുടെ കുരു ഒന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ ഇത് ഉപ്പിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഷവർമയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കാറില്ലേ, അതൊക്കെ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. നീളത്തിൽ കട്ട് ചെയ്യാം, സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിലെടുക്കാം. ഇതുപോലത്തെ ഒരു കുഞ്ഞി ബോട്ടിലാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം. ബാക്കി എല്ലാത്തിലും ഓരോ സംഭവം. പൈനാപ്പിൾ ഇടാൻ കുറച്ച് വലിയ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലുതൊന്ന് പൈനാപ്പിൾ ഇടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇഞ്ചി കാന്താരിയും കൂടി ക്രഷ് ചെയ്ത് വെച്ച ഒരു പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും മതിയാവും. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ കൊള്ളുന്ന ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ വേറൊരു ബോട്ടിലിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുത്താലും മതി. കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഈ ഒരു ബോട്ടിലിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക്
മുട്ടയ്ക്കകത്ത് നല്ല കളർ വേണമല്ലോ. ഇപ്പോൾ 2-3 കുക്കുംബറിൻ്റെ പീസസ് ക്യാരറ്റ് ഒക്കെ മതി. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഒരു 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വിനാഗിരി ഇട്ട് തിളപ്പിച്ച പറ്റിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്ത തിളപ്പിച്ച വെള്ളമാണ്. ഇപ്പം നിറച്ചും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. മൂടിയിട്ടിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. മുട്ട അടിയിലാണ് കിടക്കുന്നത് കേട്ടോ. മുട്ട അടിയിലും പീസസ് മേളിലുമാണുള്ളത്. കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പിടിക്കും. ഉപ്പൊക്കെ ഉണ്ട്. കറക്റ്റ് ഉപ്പാട്ടോ. എല്ലാ എരിവുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചെരിക്കാൻ പറ്റത്തില്ല. അധികം ചെരിക്കുമ്പോൾ വെള്ളം അങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കണ്ടോ, മുട്ട ഇവിടെ ഉണ്ട്, മേളിൽ ഈ ഒരു പീസസും ഉണ്ട്. ഇത് കളറ് വരട്ടെ. നമുക്കൊരു ദിവസം വെയിറ്റ് ചെയ്യാതെ എടുക്കുമ്പോൾ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, വെള്ളം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ പുറത്തേക്ക് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ടതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും കട്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, നല്ല ഉള്ളിലോട്ടും നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് വെള്ളം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മഞ്ഞയായിരുന്നു. അത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട പിക്കിൾ കണ്ടോ. ഇനി ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഈ ഒരു മുളക് വെക്കുക. അതുപോലെ തന്നെ പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിനയിലയും കൂടി വെച്ചിട്ട് കൂട്ടി കഴിക്കാനാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുളകും നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള മുളകാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ശരിക്കും ചൈനക്കാർക്കും കൊറിയക്കാർക്കും ഈ ബ്രിട്ടീഷുകാർക്കൊക്കെ ഈ ഒരു സംഭവം ഭയങ്കര വലിയ കാര്യമാണ്. കാരണം അവിടെയൊക്കെ വിൻ്റർ വരുന്നതിന് മുന്നേ തന്നെ അവർ ഇതുപോലെ ഇട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതുപോലെ മുട്ടയുടെ മേളിൽ ഇങ്ങനെ മുളക് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു സ്പൈസിനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുന്നേ ഒരു ഫയർ സോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സോസ് ഇതിൻ്റെ മേളിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാനും ഈ ഒരു എഗ് പിക്കിൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം സബി.